ഈസ്റ്റ് ബംഗാൾ FC നമുക്കറിയാം ഓൺ പേപ്പർ അവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വീക്കാണ്, നമുക്ക് ഈസിലി ഒരു 3 പോയിന്റ് കിട്ടുമെന്ന്. ബട്ട് റിയലി വി അണ്ടർ എസ്റ്റിമേറ്റഡ് ദം. ഏറ്റവും കുറവ് ഗോൾ സ്കോർ ചെയ്തത്, ഏറ്റവും കുറവ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത്, ഏറ്റവും കുറവ് വിജയം, ഏറ്റവും കൂടുതൽ തോൽവി, ഇതെല്ലാ റെക്കോർഡും ഈസ്റ്റ് ബംഗാൾ ഉണ്ടായിരുന്നു. കൂടെ ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് കിട്ടിയതും. സോ ഇത്രത്തോളം ഒരു അപമാനത്തിലായിരുന്നു ഈസ്റ്റ് ബംഗാൾ KBFCക്കെതിരെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയട്ടെ, ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് പെർഫോമൻസ് ആയിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റും ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിന് മുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കംപ്ലീറ്റ് ഡിസേർവ്ഡ് വിൻ തന്നെ. ഇന്നലത്തെ തോൽവിക്ക് നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത്? മാനേജ്മെന്റിനെയാണോ, പ്ലേയേഴ്സിനെയാണോ, കോച്ചസിനെയാണോ? അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇനിയും ഒരു പ്ലേ ഓഫ് ചാൻസ് ഉണ്ടോ? നമുക്കിനി പ്ലേ ഓഫ് കളിക്കാൻ പറ്റുമോ? കുറേ പേരുള്ളൊരു ചോദ്യമാണ്. അതിനൊരു പെർഫെക്റ്റ് ഉത്തരം ഞാൻ തരാം. എനിക്ക് ഉറപ്പാണ് ഇതിനേക്കാൾ നല്ലപോലെ പറഞ്ഞു തരാൻ പറ്റുമെന്ന് അറിയില്ല. സ്റ്റിൽ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഇതിനൊരു ഉത്തരം തരാം. സോ വീഡിയോട്ട് ഡീപാക്ക് കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ 100K എന്ന വലിയ ഫാമിലിയിലേക്ക് തന്നെ കുറച്ച് മെമ്പേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. പണ്ട് മാത്സിലൊരു കില്ലാടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പേപ്പറിലെ കണക്കുകളിലൊക്കെ നമുക്ക് എപ്പോഴും മാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിലെ കണക്കിൽ മാത്രമാണ് തെറ്റിപ്പോയത്. എന്നാലും നമ്മളൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണ്. അതുകൊണ്ട് തന്നെ ചില സീസൺ ഒഴിച്ച് ബാക്കി എല്ലാ സീസണിലും ആ സീസൺ എൻഡ് ആകാറാകുമ്പോൾ നമുക്കൊരു കാൽക്കുലേറ്ററും പേനയും ഉറപ്പായിട്ടും വേണ്ടതാണ്. സോ നമ്മൾ ഈ വർഷവും ആ ഒരു 2 എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ പേപ്പറും ഒരു പേനയും എടുത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി ഒരു ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. സോ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കളിച്ചിട്ടുള്ളത് 18 മാച്ചസ് ആണ്. അതിൽ നിന്ന് നേടിയിട്ടുള്ളത് 21 പോയിന്റ്സ് ആണ്. ബ്ലാസ്റ്റേഴ്സിന് ഇനി മിച്ചമുള്ളത് 6 ഗെയിംസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ 6 ഗെയിംസും ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു +18 പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്കുള്ള 21 പോയിന്റ്സിൽ നിന്ന് 18 പോയിന്റ്സ് പറയുമ്പോൾ മൊത്തം 39 പോയിന്റ്സ് ആകും. ഇപ്പം നിങ്ങൾ കുറേ പേരികായിരിക്കും നമ്മൾ ഇനിയുള്ള 6 മാച്ചസ് ജയിച്ച് 39 പോയിന്റ്സ് ആയാൽ 6ാമത്തെ പൊസിഷൻ നമുക്ക് സേഫ് ആണെന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ അതർ ടീംസ് പെർഫോമൻസ്. എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ടീംസിന്റെ പെർഫോമൻസിലും അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്യുന്ന പോയിന്റ്സും ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റ്സിലൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കള്ളി ഇപ്പോൾ 6ാം സ്ഥാനത്തുള്ള ഒഡീഷ FC ആണ്. അവർക്ക് 24 പോയിന്റ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ ലീഗ് സ്റ്റേജ് എൻഡ് ചെയ്യുമ്പോൾ ഏകദേശം 34 ടു ഒരു 36 പോയിന്റ് ആണ് ഒരു 6ാമത്തെ പൊസിഷൻ വേണ്ടത്. നിങ്ങളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, 34 36 പോയിന്റ് കിട്ടണം ഒരു ടീമിന് 6ാമത്തെ പൊസിഷൻ ഉറപ്പിക്കാൻ. മിക്കവാറും 6ാമത്തെ പൊസിഷന് വേണ്ടി ഒരു അടി ഉണ്ടാക്കാൻ പോകുന്നത് മുംബൈ സിറ്റി, കേരള ബ്ലാസ്റ്റേഴ്സ്, ഒഡീഷ FC അങ്ങനെയുള്ള ടീമുകളായിരിക്കും. സോ നമുക്ക് 34 ഒരു 36 പോയിന്റ് ഒന്ന് മാർക്കാക്കി വെക്കാം. സോ കറന്റ് 21 പോയിന്റ്സ് ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ 36 പോയിന്റ്സ് എത്തുകയെന്ന് പറഞ്ഞാൽ പോലും 6 മാച്ചസിൽ നിന്ന് മിനിമം 5 എണ്ണം ജയിക്കണം. വിചാരിക്കുന്നതല്ല, അത് നല്ല പാടാണ്. ബിക്കോസ് നമ്മുടെ ഇനിയുള്ള മുമ്പോട്ടുള്ള 6 ഗെയിംസ് പറഞ്ഞാൽ 3 എവേയും 3 ഹോം മാച്ചസും ആണ്. ചെന്നൈയിൻ FC, മോഹൻ ബഗാൻ, ജംഷഡ്പൂർ FC, മുംബൈ സിറ്റി, ഹൈദരാബാദ് FC, അതുപോലെ FC ഗോവ, ഇവർക്കെതിരെയാണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്ന 6 ഗെയിംസ് ഉള്ളത്. മോഹൻ ബഗാനും മുംബൈയും ജംഷഡ്പൂരും മാത്രമാണ് നമുക്ക് ഹോം ആയിട്ടുള്ളത്. ബാക്കി 3 എണ്ണം നമുക്ക് എവേ മാച്ചാണ് വരാൻ പോകുന്നത്. സോ ഇതുവരെ പറഞ്ഞത് ഒന്ന് ഷോർട്ട് ആക്കി നോക്കുവാണെങ്കിൽ നമുക്ക് ഇനിയുള്ളത് 6 മാച്ചസ് ആണ്. അതിൽ 5 എണ്ണം ജയിച്ചാലേ നമുക്ക് ഈ 36 പോയിന്റ് എന്ന ലക്ഷ്യത്തെങ്കിലും എത്താൻ പറ്റുള്ളൂ. ഇനി അതിന് എത്രമാത്രം ചാൻസ് ഉണ്ട് നമുക്കൊന്ന് നോക്കിക്കളയാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ റെക്കോർഡ്സ് ഭയങ്കര മോശമാണ്. 2 വിജയവും 1 സമനിലയും 6 തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു എവേ റെക്കോർഡ് എന്നുള്ളത്. ഹോം റെക്കോർഡ് പിന്നെയും മോശമല്ല. കാരണം 4 ജയവും 2 സമനിലയും അതുപോലെ 3 തോൽവികളുമാണ്. സോ നമ്മുടെ ഈ ഹോമും എവേ റെക്കോർഡ് വെച്ച് നമുക്ക് ഇനിയുള്ള 6 മാച്ചസ് എന്ന് വെച്ചാൽ ഈ കളിക്കാൻ പോകുന്ന ടീമുകൾക്കെതിരെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ നമുക്കൊരു ഏകദേശ പെർസെൻറ്റേജ് കിട്ടും എന്തുമാത്രം ജയിക്കും എന്തുമാത്രം തോക്കും എന്നുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് ഒപ്പോൺ എന്നുള്ളത് ചെന്നൈയിൻ FC ആണ്. ചെന്നൈയിൻ FC ഇതുവരെ 4 വിജയം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6 സമനിലയും 7 തോൽവികളുമാണ് ഉള്ളത്. ഈ ഒരു ഹോം റെക്കോർഡ് നോക്കുവാണെങ്കിൽ അവർക്ക് 2 വിജയവും അതുപോലെ 4 ഡ്രോയും 3 ലോസും ആണുള്ളത്. സോ അവരുടെ ഹോം റെക്കോർഡും നമ്മുടെ എവർ റെക്കോർഡോടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് 40% ജയിക്കാൻ ചാൻസ് ഉണ്ട്. അതേസമയം 30% തോക്കാനും 30% സമനിലയാകാനും ചാൻസ് ഉണ്ട്. അടുത്ത മത്സരം കളിക്കാൻ പോകുന്നത് മോഹൻ ബഗാനെതിരെയാണ്. അവർ 11 ഗെയിംസ് ഇതുവരെ ജയിച്ചിട്ടുണ്ട്. 4 സമനിലയും 2 തോൽവിയാണുള്ളത്. ഇനി അവരുടെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 4 വിന്നാണ് അവർക്ക് എവേ മാച്ചസിലുള്ളത്, 2 തോൽവിയും 2 സമനിലയും. സോ ഈ മോഹൻ ബഗാന്റെ എവേ റെക്കോർഡും നമ്മുടെ ഹോം റെക്കോർഡോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ 25% നമ്മൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്, 25% നമുക്ക് സമനിലയാകാനും ചാൻസ് ഉണ്ട്. ബാക്കി 50% തോൽക്കാനാണ്. കാരണം മോഹൻ ബഗാൻ ഈ വർഷം ഭയങ്കര ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലും. സോ 50% തോക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് മാർജിൻ തന്നെയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഇനി വരുന്നതാണ് FC ഗോവ എന്നുള്ളത്. FC ഗോവയ്ക്ക് ഇതുവരെ 8 വിജയമുണ്ട്, അതുപോലെ 6 സമനിലയും 2 തോൽവികളും. അവരുടെ ഹോം റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 5 വിജയവും 3 സമനിലയും 0 തോൽവിയാണ്. നിങ്ങൾ കേട്ടത് തന്നെ, ഒരു തോൽവി പോലും FC ഗോവയ്ക്ക് ഹോം മാച്ചിൽ ഇല്ല. അങ്ങനെയാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ കളിക്കാൻ പോകുന്നത്. നമ്മുടെ എവേ റെക്കോർഡും അവരുടെ ഹോം റെക്കോർഡും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 20% നമുക്ക് ജയിക്കാൻ ചാൻസ് ഉള്ളൂ, 25% നമുക്ക് സമനിലയ്ക്കാണ് ഒരു ചാൻസ് ഉള്ളത്, 55% തോൽക്കാനും. ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹാർഡ് ഗെയിം വരാൻ പോകുന്നത് ഈ മോഹൻ ബഗാനും അതുപോലെ FC ഗോവയ്ക്കെതിരെ ആയിരിക്കും.
അതിനുശേഷം നമ്മൾ കളിക്കാൻ പോകുന്നത് ജംഷഡ്പൂർ FC-ക്കെതിരെയാണ്. 9 വിജയമുണ്ട്, 1 ഡ്രോയും 6 ലോസും ആണുള്ളത്. ഇവരുടെ എവേ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ തന്നെ 4 വിജയവും 0 സമനിലയും അതുപോലെ 4 തോൽവിയാണ്. എന്ന് വെച്ചാൽ സമനിലയോട് വലിയ താല്പര്യമൊന്നുമില്ല, ഒന്നേ ജയിക്കുക ഇല്ലേ തോക്കുക. സോ നമ്മുടെ ഹോം മാച്ച് റെക്കോർഡും അവരുടെ എവേ മാച്ച് റെക്കോർഡും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 40% ജയിക്കാൻ ചാൻസ് ഉണ്ട്, 30% സമനിലയാകാനും 30% തോൽക്കാനും. മുംബൈ സിറ്റിക്ക് ഈ വർഷം 6 വിജയമുണ്ട്, 6 സമനിലയുണ്ട്, അതുപോലെ 4 തോൽവിയുണ്ട്. അവരുടെ എവേ മാച്ച് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 3 വിന്നും 2 സമനിലയും അതുപോലെ 3 തോൽവിയാണ് ഉള്ളത്. നമ്മുടെ ഹോം റെക്കോർഡും അവരുടെ എവേ റെക്കോർഡ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 35% നമുക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ട്, 30% സമനിലയാകാൻ ചാൻസ് ഉണ്ട്, 35% തോൽക്കാനും ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ഹൈദരാബാദ് FC-ക്കെതിരെ നോക്കുകയാണെങ്കിൽ അവർക്കെതിരെ 3 ജയമാണുള്ളത്, അതുപോലെ 4 സമനിലയും 10 തോൽവിയും. അവരുടെ ഹോം മാച്ച് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അവർക്ക് 2 ജയവും 1 സമനിലയും 6 തോൽവിയാണുള്ളത്. നമ്മുടെ എവേ മാച്ചും അവരുടെ ഹോം മാച്ച് റെക്കോർഡുടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 45% നമ്മൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്, 30% സമനിലയാകാനും 25% തോൽക്കാനുമാണ് ചാൻസ് ഉള്ളത്. നമ്മൾ ഇത്രയും സ്റ്റാറ്റ് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എവേ ഹോം റെക്കോർഡ്സും അതുപോലെ മറ്റ് ടീമിന്റെ എവേ ഹോം റെക്കോർഡ്സും കൂടെ വെച്ചിട്ടായിരുന്നു. സോ ഇൻ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിൻ പെർസെന്റേജ് ഉള്ളത് 34.2%. ഡ്രോ ആകാൻ ചാൻസ് വെച്ചാൽ 28.3%. എന്നാൽ തോൽക്കാൻ ചാൻസ് ഉള്ളത് 37.5%. സോ ഇത്രയും കണക്ക് പ്രകാരം നമ്മൾ തോൽക്കാനാണ് കൂടുതൽ ചാൻസ് ആണ് പറയുന്നത്. എന്നാൽ കണക്കുകൾക്കപ്പുറം ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. ഇനി 6 ഗെയിംസ് നമ്മൾ 3 എണ്ണമായിട്ട് തിരിച്ചാൽ ഏറ്റവും ഹാർഡായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ മോഹൻ ബഗാനും FC ഗോവയും തന്നെയായിരിക്കും. മീഡിയം ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത് മുംബൈ സിറ്റിയും അതുപോലെ ജംഷഡ്പൂർ FC ആയിരിക്കും. പിന്നെയും ഈസി ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത് ചെന്നൈയിൻ FC-യും ഹൈദരാബാദ് FC ആയിരിക്കും. ഈ 6 മാച്ചസ് ഇത് മിനിമം 5 വിന്നെങ്കിലും നമുക്ക് വേണം. ഈസ് ഇറ്റ് പോസിബിൾ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്നും കൂടാതെ ബാക്കി ടീംസിൻ്റെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നതോടെ നല്ല രീതി ഡിപ്പെൻഡ് ആകും. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടാലൊക്കെ എന്ന് പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.